മക്കളെ, ഇന്ന് നമുക്ക് രാജ ഓർ വിദ്രോഹി എന്ന ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആൻസർ ആക്ടിവിറ്റി നോക്കാം. ഒന്നാമത്തെ ചോദ്യം, സബ്സെ ബലവാൻ രാജ ബനേഗ ഇസ് വിചാർ സെ ആപ് കഹാം തക് സഹമത് ഹേ? ഏറ്റവും ശക്തൻ രാജാവാകും. ഈ ആശയത്തോട് നിങ്ങൾ എത്രത്തോളം യോജിക്കുന്നു? ആൻസർ നോക്കാം. मेरी राय में राजा का बलवान होना जरूरी नहीं है, राजा बुद्धिमान जरूर हो. എൻ്റെ അഭിപ്രായത്തിൽ ഒരു രാജാവ് ശക്തനാകണമെന്നില്ല, അവൻ ഒരു ബുദ്ധിമാനായിരിക്കണം. രണ്ടാമത്തെ ചോദ്യം, യഹ് സിർഫ് ഗേൽ ഹേ രാജൻ കെ രാജാ ബനനെ മേം ഹർജ് ക്യാ ഹേ? बाद में तुम्हारी भी राजा बनने की बारी आएगी. इस कथन से बच्चों के खेल की कौन सी विशेषता प्रकट होती है? ഇതൊരു കളി മാത്രമാണ്. രാജൻ രാജാവാകുന്നതിൽ എന്താണ് തെറ്റ്? പിന്നീട് നിങ്ങളുടെ ഊഴമായിരിക്കും. കുട്ടികളുടെ കളിയുടെ ഏത് സവിശേഷതയാണ് ഈ പ്രസ്താവനയിലൂടെ വെളിപ്പെടുത്തുന്നത്? ആൻസർ നോക്കാം. ഹർ പാത്രോं की भूमिका बारी बारी से हर एक बच्चों को निभाने का मौका मिलता है. ഓരോ കുട്ടിക്കും ഓരോ കഥാപാത്രത്തിന്റെ വേഷം ചെയ്യാൻ അവസരം ലഭിക്കുന്നു. മൂന്നാമത്തെ ചോദ്യം, हर किसी से डरते नहीं लेकिन हम महाराज से डरना नहीं चाहते, यहाँ जनता के किस मनोभाव का परिचय मिलता है? ഞങ്ങൾക്ക് ആരെയും ഭയമില്ല, പക്ഷേ മഹാരാജാവിനോട് യുദ്ധം ചെയ്യാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ഇവിടെ ജനങ്ങളുടെ ഏത് വികാരമാണ് വെളിപ്പെടുന്നത് എന്നാണ് ചോദ്യം. ആൻസർ നോക്കാം. जनता शासक का आदर करना चाहती है, उनसे अनावश्यक टक्कर वह हितकारी नहीं मानती. പൊതുജനങ്ങൾ ഭരണാധികാരിയെ ബഹുമാനിക്കാൻ ആഗ്രഹിക്കുന്നു, അവരുമായി അനാവശ്യമായ സംഘർഷം ഗുണകരമല്ല എന്നവർ ഹിതകാരി നഹി മാറ്റി, ഗുണകരമായിട്ട് അവർ അംഗീകരിക്കുന്നില്ല. നാലാമത്തെ ചോദ്യം, यानी कि लड़ाई के आनंद और उल्लास से तुम लोग मुझे अलग करना चाहते हो. लड़ाई से आनंद और उल्लास का अनुभव करने वाला राजा पर आपका विचार क्या है? അപ്പോൾ യുദ്ധത്തിന്റെ സന്തോഷത്തിൽ നിന്നും എന്നെ വേർപെടുത്താൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു. യുദ്ധത്തിന്റെ സന്തോഷവും അനുഭവിക്കുന്നതിന്റെ രാജാവിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്നാണ് ചോദ്യം. ആൻസർ നോക്കാം. ലഡായി മേ ആനന്ദ് ഓർ ഉല്ലാസ് കാ അനുഭവ് കർണ മൂർഖത ഹെ. യുദ്ധത്തിൽ ആനന്ദവും ഉല്ലാസവും കണ്ടെത്തുന്നത് വിഡ്ഢിത്തമാണ്. അഞ്ചാമത്തെ ചോദ്യം, ജനതാ കി ഭീഡ് മേ മിൽ ജാന ഇസ്കാ മത്ലബ് ക്യാ ഹെ? ജനക്കൂട്ടവുമായി ഇടകലരുക എന്നതിൻ്റെ അർത്ഥം എന്താണ്? ആം ജനതാക്കെ സമാൻ ജീന, എന്താണ് അതിൻ്റെ അർത്ഥം? സാധാരണക്കാരെ പോലെ ജീവിക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. लड़ाई के बिना ही राजा ने अपना अधिकार जनता को सौंप दिया, ये कैसे संभव हो पाया? ഒരു പോരാട്ടവുമില്ലാതെ രാജാവ് തൻ്റെ അധികാരം ജനങ്ങൾക്ക് കൈമാറി, ഇത് എങ്ങനെ സാധ്യമായി? राजा ने किए अन्यायों के बारे में लोगों ने उन्हें समझाते वक्त शायद राजा को अपनी गलती समझकर अपना अधिकार जनता को दे. രാജാവ് ചെയ്ത അനീതികളെക്കുറിച്ച് ജനങ്ങൾ വിശദീകരിച്ചപ്പോൾ ഒരു പക്ഷേ രാജാവ് തൻ്റെ തെറ്റ് മനസ്സിലാക്കി തൻ്റെ അവകാശങ്ങൾ ജനങ്ങൾക്ക് നൽകിയിരിക്കാം. ഏഴാമത്തെ ചോദ്യം, नाटक खेलने के संबंध में राजन ने अपनी डायरी में लिखा, डायरी का वह अंश कल्पना करके लिखे.
രാജൻ തൻ്റെ ഡയറിയിൽ നാടകത്തെക്കുറിച്ച് എഴുതി. ഡയറിയിൽ നിന്നുള്ള ആ ഭാഗം, അതായത് ആ ഒരു ഡയറി, രാജൻ നാടകത്തിനെ കുറിച്ച് എഴുതിയ ആ ഡയറി സങ്കല്പിച്ച് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഡേറ്റ്, ദിവസം എഴുതണം കേട്ടോ. ദിനം എഴുതണേ, ദിവസവും എഴുതുക, ഡേറ്റും എഴുതുക. അല്ലെങ്കിൽ ഈ ഡേറ്റിൻ്റെ കൂടെ ദിവസം കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് എഴുതിയാൽ മതി. स्कूल में नाटक खेलने का निश्चय हुआ, बड़ी खुशी हुई, मैं सबसे बड़ा हूँ इसलिए राजा बनना चाहता था, लेकिन हेम ने विरोध किया, झगड़ा हुआ, आखिर वह मान गया. സ്കൂളിൽ ഒരു നാടകം അവതരിപ്പിക്കാൻ തീരുമാനിച്ചു. ഞങ്ങൾ വളരെ സന്തോഷിച്ചു. ഞാൻ മൂത്തവനായിരുന്നു, അതിനാൽ എനിക്ക് രാജാവാകാൻ ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ ഹേം എതിർത്തു, ഒരു വഴക്കുണ്ടാക്കി. ഒടുവിൽ അവൻ സമ്മതിച്ചു. അത്രയാണ് ഡയറി എഴുതിയിരിക്കുന്നത്. ഇതിൽ കുറച്ചുകൂടെ നിങ്ങൾക്ക് സെൻറ്റൻസ് കൂട്ടി എഴുതാം. 8ാമത്തെ ചോദ്യം, ഡയറി മാത്രമായിട്ട് ഇതിൽ ചെയ്തിട്ടുണ്ട്. ഹിന്ദി വിന്നറിൽ ഡയറി മാത്രമായിട്ട് ചെയ്തിട്ടുണ്ട്, കാണുക. ഡയറി പത്രം അതൊക്കെ അത് മാത്രമായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. 8ാമത്തെ ചോദ്യം, मान ले राजा के इस विचार के संबंध में आपने अपने मित्र के नाम पत्र लिखा, वह पत्र तैयार करें. രാജാവിൻ്റെ ഈ ആശയത്തെക്കുറിച്ച് നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തിനൊരു കത്തെഴുതി, ആ കത്ത് സങ്കല്പിച്ച് എഴുതുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കത്ത് നോക്കാം. പത്ര, സ്ഥാൻ, താരിഖ് എഴുതണം. പ്രിയ മിത്ര, കൈസേ ഹോ, ആശാ ഹേ തും സാനന്ദ് ഹോ. സുഖമായിരിക്കുന്നുവെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കൈസേ ഹോ അത് നിങ്ങൾ സ്ഥിരമായിട്ട് എഴുതുന്നതാണ്. കൈസേ ഹോ സുഖമാണോ, സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു. കൽ മേനെ ഏക് നാടക് പഠാ, टैगोर का राजा और विद्रोही. वह नाटक बहुत ही प्रासंगिक है. यह शासन व्यवस्था के बारे में है. इसमें एक राजा है, उनका विचार है युद्ध नहीं है, सैनिक बेकार बढ़ते हैं, इसलिए उनका वेतन खजाने के लिए नष्ट है. वह सेनापति से किसी भी दुश्मन को बनाकर उससे युद्ध करने को कहता है. कितना विचित्र है उनका विचार. ഇന്നലെ ഞാൻ ഒരു നാടകം വായിച്ചു, ടാഗോറിൻ്റെ രാജ ആർ വിദ്രോഹി എന്ന നാടകം. ഈ നാടകം അവിശ്വസനീയമാവിധം പ്രസക്തമാണ്. ഇത് ഭരണത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഇസ്മേം ഏക് രാജാ ഹെ, അതിൽ ഒരു രാജാവിനെ അവതരിപ്പിക്കുന്നുണ്ട്, അതിലൊരു രാജാവുണ്ട്. അദ്ദേഹത്തിൻ്റെ വിചാരം യുദ്ധ നെഹി ഹെ, യുദ്ധമില്ല, പട്ടാളക്കാർ വെറുതെ ഇരിക്കുന്നു, അവരുടെ ശമ്പളം ഖജനാവിന് ഒരു നഷ്ടമാണ് എന്നാണ് രാജാവിൻ്റെ വിചാരം. ഏതെങ്കിലും ശത്രുവിനെ കണ്ടെത്തി, ശത്രുവിനെ സൃഷ്ടിച്ചിട്ട് അവനോട് യുദ്ധം ചെയ്യാൻ അദ്ദേഹം യുദ്ധകർണേക്കോ കാത്താഹെ, അദ്ദേഹം അങ്ങനെ യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട് സേനാപതിയോട് പറയുന്നു. കിത്ന വിചിത്ര ഹെ ഉൻകാ വിചാർ, അദ്ദേഹത്തിൻ്റെ ആശയം എത്ര വിചിത്രമാണ്. മാം ബാപ്പുക്കോ പ്രണാം കഹന, അമ്മയോടും അച്ഛനോടും എൻ്റെ പ്രണാമം പറയുക. सेवा में नाम पदा, तुम्हारा मित्र हस्ताक्षर नाम. 9ാമത്തെ ചോദ്യം, राजा जनता की भीड़ में मिल जाएगा, यह सुनकर खुश हुए दो व्यक्तियों के बीच हुए वार्तालाप कल्पना करके लिखिए. അടുത്തതായി പറഞ്ഞിരിക്കുന്നത്, രാജാവ് ജനക്കൂട്ടത്തിൽ ഉണ്ടാകുമെന്ന് കേട്ടപ്പോൾ സന്തോഷിച്ച 2 ആളുകൾ തമ്മിലുള്ള ഒരു സംഭാഷണം സങ്കല്പിച്ചെഴുതാനാണ് പറഞ്ഞത്.
ആദ്യത്തെ വ്യക്തി പഹല വ്യക്തി, രണ്ട് വ്യക്തികൾ തമ്മിലുള്ള സംഭാഷണമാണ്. പഹല വ്യക്തിയും ദൂസര വ്യക്തി. ആദ്യത്തെ വ്യക്തി ഹായ് ബഡി ഖുഷി ഹുയി, എനിക്ക് വളരെ സന്തോഷമുണ്ട്. രണ്ടാമത്തെ വ്യക്തി പറയണ ഹാ ഹാ രാജാക്കോ ഉജിത് ദണ്ഡ് മില, രണ്ടാമത്തെ വ്യക്തി പറയുന്നു അതെ അതെ രാജാവിന് ശരിയായ ശിക്ഷ ലഭിച്ചു. പഹല വ്യക്തി കിത്തന വിചിത്ര രാജാദാ, എന്തൊരു വിചിത്രനായ രാജാവായിരുന്നു അദ്ദേഹം. सैनिक बेकार बैठते हैं, उनका वेतन खजाने का नष्ट है, क्या क्या बता रहे थे. പട്ടാളക്കാർ വെറുതെ ഇരിക്കുന്നു, അവരുടെ ശമ്പളം ഖജാനാവിന് ഒരു നഷ്ടമാണ്. ഇത് അയാൾ എന്താണ് പറയാ, ക്യാ ക്യാ ബതാ രഹേ ഹേ, എന്തൊക്കെയാണ് പറയുന്നത്, എന്തൊക്കെയാണ് ആ രാജാവിന് പറയാനുള്ളത് എന്നാണ് അദ്ദേഹത്തിന്റെ സംസാരമായിട്ട് അവിടെ വന്നത്. അടുത്തത് ബേച്ചാരെ ഹേമ പർ ആക്രമൺ, അതിനു വേണ്ടിയിട്ട് എന്താ ചെയ്യുന്നത്, പാവം ഹേമിന് നേരെ ആക്രമണം. ഉനോനെ കുച്ച് അപരാധത്തോ നഹീ കിയാതാ, അയാൾ ഒരു കുറ്റകൃത്യവും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഹമാരെ പക്ഷമേ ന്യായത, നമ്മുടെ പക്ഷത്താണ് ന്യായം, നീതി ഞങ്ങളുടെ പക്ഷത്തായിരുന്നു. ഹാ ഇസ്ലിയെ ന്യായാധീശനെ ഈസ ഫൈസല സുനായ, അതുകൊണ്ടാണ് ജഡ്ജി ഇങ്ങനെയൊരു വിധി പറഞ്ഞത്. യഹ് താനാശാഹി അച്ചി നഹി ഹേ, ഈ സ്വേച്ഛാധിപത്യം നല്ലതല്ല. ജനതാന്ത്രിക്ക് പ്രതീക്ഷ കരയും, ജനാധിപത്യത്തിനായി കാത്തിരിക്കൂ. ടീക്ക് ഹേ ധന്യവാദ്, ശരി നന്ദി, ധന്യവാദ് നന്ദി. പത്താമത്തെ ചോദ്യം मान ले अपने स्कूल में राजा और विद्रोही नाटक का मंचीकरण होने वाला है, इसकी सूचना देते हुए പോസ്റ്റർ തയ്യാർ കരീം. പോസ്റ്റർ തയ്യാറാക്കാനാണ് പറഞ്ഞത്. നിങ്ങളുടെ സ്കൂളിൽ രാജ और വിദ്രോഹി എന്ന നാടകം അവതരിപ്പിക്കാൻ പോകുന്നു എന്ന് കരുതുക. അതിനുവേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക, ഇങ്ങനെ ഒരു നാടകം അവതരിപ്പിക്കുന്നു എന്ന സെന്റൻസ് വെച്ചുകൊണ്ട് നിങ്ങൾ പോസ്റ്റർ തയ്യാറാക്കാനാണ് പറഞ്ഞത്. പോസ്റ്റർ തയ്യാറാക്കിയത് നോക്കാം. നാടക പ്രസ്തുതി, നാടകാവതരണം 2025 ജനുവരി 13. ഇവിടെ 2026 നോക്കട്ടോ, 2026 ജനുവരി 13. രാജ और വിദ്രോഹി, രവീന്ദ്രനാഥ ടാഗോർ കാ നാടക, രവീന്ദ്രനാഥ ടാഗോറിന്റെ നാടകം. പ്രസ്തുത കർത്ത ഹിന്ദി ക്ലബ്ബ്, ആരാണ് പ്രസ്തുതീകരിക്കുന്നത്, പ്രസ്തുത കർത്ത ഹിന്ദി ക്ലബ്ബാണ് അവതരിപ്പിക്കുന്നത് അല്ലേ. ഹിന്ദി ക്ലബ്ബ് അവതരിപ്പിക്കുന്ന സർക്കാർ ഹൈസ്കൂളാണിത്. സർക്കാർ ഹൈസ്കൂളിലാണ് എന്ത് നടക്കുന്നത്, നാടക പ്രസ്തുതി നടക്കുന്നത്. രാജാ വിദ്രോഹി എന്ന, എല്ലാവർക്കും സ്വാഗതം. അടുത്ത ചോദ്യം സംബന്ധ പഹ്ചാനെ और मिलान करके लिखिए, संबंध पहचाने और मिलान करके लिखिए. क्या कहा, ആരാണ് പറഞ്ഞത്. കിസ്നെ കഹ, ആദ്യം ക്യാ കഹ, എന്താണ് പറഞ്ഞത്. കിസ്നെ കഹ, ആരാണ് പറഞ്ഞത്. ഇസ്സേ ക്യാ സമജ, ഇതിൽ നിന്ന് എന്താണ് മനസ്സിലായത്. അതായത് ഈ പറച്ചിൽ കൊണ്ട് എന്താണ് ഉദ്ദേശിച്ചത് എന്നാണ് അടുത്തതായിട്ട് നമ്മൾ എഴുതേണ്ടത്. 3 ബോക്സാണ് നോക്കാം. രാജാക്കി ഇച്ഛാക്കെ സാമനെ ഹമേ സിർ ചുക്കാന ഹി പടേഗ, രാജാവിന്റെ ആഗ്രഹത്തിന് മുമ്പിൽ നമ്മൾ തല കുനിക്കേണ്ടി വരും. ജഡ്ജിയാണ് പറഞ്ഞത്. അധികാരത്തോടുള്ള വിശ്വസ്തതയാണ് കാരണം. അധികാരത്തോടുള്ള വിശ്വസ്തത, അധികാരി കെ പ്രതി വഫാദാരി. लड़ाई के आनंद और उल्लास से तुम लोग मुझे अलग करना चाहते हो, നിങ്ങൾ എന്നെ പോരാട്ടത്തിന്റെ സന്തോഷത്തിൽ നിന്നും വേർപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. ഉല്ലാസവും അതുപോലെ തന്നെ ആനന്ദവും ഒക്കെ നിങ്ങൾ എന്നിൽ നിന്നും വേർപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു എന്ന് ആരാണ് പറഞ്ഞത്. രാജാവ്. युद्ध में भी आनंद का अनुभव करने वाला
ശാസകമൻ, യുദ്ധത്തിൽ പോലും സന്തോഷം അനുഭവിക്കുന്ന ഒരു ഭരണാധികാരി. അതാണ് അവിടെ വ്യക്തമാക്കുന്നത്. അടുത്ത നോക്കാം. അഗർ ആപ് ന്യായാധീശ് കാ കർത്തവ്യ പാലൻ നഹീ കർ സക്തേ തോ ഫിർ ആപ്കാ കോയി ഫൈസല ഹം നഹീ മാനേഗാ. ഒരു ജഡ്ജിയുടെ കടമകൾ നിർവഹിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ലെങ്കിൽ നിങ്ങളുടെ ഒരു തീരുമാനവും ഞങ്ങൾ അംഗീകരിക്കില്ല. ജനത, ജനങ്ങളാണ് അത് പറഞ്ഞത്, പൊതുജനങ്ങളാണ് പറഞ്ഞത്. ന്യായാധീശിനെ ന്യായ ദിലാനെ മേം അസമർത്ഥ വ്യവസ്ഥ കോ ചുനൗത്തി. നീതി നടപ്പാക്കുന്നതിൽ പരാജയപ്പെടുന്ന വ്യവസ്ഥിതിയെ വെല്ലുവിളിക്കുന്നു. मगर राजा बनने के बाद तो महाराज एक बार भी हमारे घर के सामने से नहीं गुजरे. പക്ഷേ രാജാവായതിനു ശേഷം ഹേം മഹാരാജ് ഒരിക്കൽ പോലും ഞങ്ങളുടെ വീടിന് മുന്നിലൂടെ കടന്നു പോയിട്ടില്ല. മഗർ രാജ് ബന്നെ കെ ബാദ് തോ, പക്ഷേ രാജാവായതിനു ശേഷം മഹാരാജാവ് ഒരിക്കൽ പോലും ഞങ്ങളുടെ വീടിന് മുന്നിലൂടെ കടന്നു പോയിട്ടില്ല എന്ന് പറഞ്ഞത് ആരാണ്? ഹേമാണ് പറഞ്ഞത്. ശാസൻ കെ പ്രതി ജനതാക്കി ആലോചന, സർക്കാരിനെതിരെ പരസ്യ വിമർശനം. ആജ്ഞാ ദീജിയെ മഹാരാജ്, മേരെ ലിയേ അപ്നി ഇച്ഛാ ഹി സബ് കുച്ച് ഹേ. ദയവായി അനുമതി നൽകൂ മഹാരാജ്, ഞങ്ങളുടെ ആഗ്രഹമാണ്. ആജ്ഞാ ദീജിയെ മഹാരാജ്, മേരെ ലിയേ ആപ്കി ഇച്ഛാ ഹി സബ് കുച്ച് ഹേ. എന്താണ് പറയുന്നത്? ദയവായി അനുമതി നൽകൂ മഹാരാജ്, മേരെ ലിയേ, എനിക്ക്, ആപ്കി ഇച്ഛാഹി, താങ്കളുടെ ആഗ്രഹമാണ്, സബ് കുച്ച്, എല്ലാം, നിങ്ങളുടെ ആഗ്രഹമാണ് എനിക്ക് എല്ലാം എന്ന് പറഞ്ഞതാരാണ്? സേനാപതിയാണ്. ആദേശോം കാ അന്താ അനുസരൺ, ആദേശോം കാ അന്താ അനുസരൺ, അന്ധമായിട്ട് ഉത്തരവുകള് എന്ത് ചെയ്യുക? ഉത്തരവുകളെ അന്ധമായിട്ട് പുറപ്പെടുവിക്കുക. ആദേശോം കാ അന്താ അനുകരൺ, അന്ധത പിന്തുടരുന്ന ഉത്തരവുകൾ. രേഖാങ്കിത് പദബന്ധ് പർ ധ്യാൻ ദേ, പദബന്ധോं का अर्थ पहचाने. न्यायाधीश, राजचारण की चापलूसी सुन सुनकर जनता के कान झनझना रहे हैं. അടിവരയിട്ട വാക്യം ശ്രദ്ധിച്ചിട്ട് വാക്യത്തിന്റെ അർത്ഥം തിരിച്ചറിയാനാണ് പറഞ്ഞിരിക്കുന്നത്. ന്യായാധീശ്, ജഡ്ജി. രാജചാരൺ കി ചാപ്പലൂസി, രാജസദസ്സിന്റെ മുഖസ്തുതികൾ കേട്ട് പൊതുജനങ്ങളുടെ ചെവികൾ കാൻ ജൻജനാരഹേ, ചെവികളിൽ ഇങ്ങനെ അവർ അസ്വസ്ഥരാവുകയാണെന്നാണ് പറഞ്ഞത്. അപ്പം എന്താ പറഞ്ഞത്? അതിൻ്റെ ആൻസർ കാൻ ജൻജന അർത്ഥ ഹേ ചൈൻ ഗോജാന. കാൻ ജൻജന എന്നതിൻ്റെ അർത്ഥം ചൈൻ ഗോജാന എന്നാണ്, സമാധാനം നഷ്ടപ്പെടുക എന്നാണ് അതിൻ്റെ അർത്ഥം, മനസ്സമാധാനം നഷ്ടപ്പെടുക. സംവാദ പടേം ഓർ ചൂട്ടെ പരസർക്ക് പഹ്ചാനേ. ഈ സംവാദ് വായിച്ചിട്ട് വിട്ടുപോയ പരസർഗ് ചേർക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. രാജചാരൺ ചാപ്പലൂസി സുൻ സുൻകർ ജനതാക്കെ കാൻ ജൻജനാ രഹാ ഹേ. രാജ, മുझे പതാ ഹേ നമക് ഗുണ് വഹ് ഗായേകാ ഹി. അവിടെ നമ്മൾ എന്ത് ചെയ്യണം? വിട്ടുപോയിരിക്കുന്ന പരസർഗ് ചേർക്കണം. പരസർഗ് ചേർത്ത് നോക്കാം. രാജചാരൺ കി, ഇവിടെ കീ ഉണ്ട് അല്ലേ? രാജചാരൺ കി चापलूसी सुन सुनकर जनता के कान झनझना रहे हैं. അടുത്തത് മുझे പതാ ഹേ നമക് കാ ഗുണ്, കാന്നുണ്ട്, നമക് കാ ഗുണ് വഹ് ഗായേഗ. അപ്പൊ ഇവിടെ മുझे പതാ ഹേ കഴിഞ്ഞിട്ട് നമക് കാ എന്ന് വരുന്നുണ്ട്, അത് നമ്മൾ ചേർക്കേണ്ടത്. രാജചാരൺ കി, ഇവിടെ കീ ചേർക്കണം.
അടുത്ത നോക്കാം. കോഷ്ടക് സേ ഉചിത് പർസർഗ് സുൻകർ റിക്തസ്ഥാൻ വരെയും. ഇവിടെ കാ കെ കി എന്ന് തന്നിട്ടുണ്ട്. ഈ പരസർഗ് ഉചിത സ്ഥാനങ്ങളിൽ ചേർക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ഇവിടെ ചേർത്തിരിക്കുന്നു നാടക് കെ. ഫസ്റ്റ് എന്താണ്? കെ ആണ്. രണ്ടാമത്തത് കി ആണ്. മൂന്നാമത്തത് ക എന്നാണ്. നാടക് കഴിഞ്ഞിട്ട് ഇവിടെ കെ എന്ന് ചേർക്കണം. നാടക് കെ പാത്ര മഞ്ച് പർ ആത്തെ ഹേ. നാടകത്തിലെ കഥാപാത്രങ്ങൾ വേദിയിലേക്ക് വരുന്നു. രാജാ കി വേഷഭൂഷ സുന്ദർ ദി. രാജാവിൻ്റെ വസ്ത്രം മനോഹരമായിരുന്നു. രാജാവ് മനോഹരമായ വസ്ത്രം ധരിച്ചിരുന്നു. ബച്ചോं का നാടക് ജോഷിലാത. കുട്ടികളുടെ നാടകം ആവേശകരമായിരുന്നു. ടിപ്പണി ലിഖേം. അടുത്ത ടിപ്പണി എഴുതാനാണ്. രാജാർ വിദ്രോഹി നാടക രാജ ആപ്കോ കൈസേ ലഗ. രാജാർ വിദ്രോഹി എന്ന നാടകത്തിലെ രാജ എന്ന കഥാപാത്രത്തെ നിങ്ങൾക്ക് എങ്ങനെയാണ് തോന്നിയത്? രാജാ കി ചരിത്രകഥ വിശേഷതാവോ കാ പരിചയ ദേത്തെ ഹുയെ ടിപ്പണിയിലേക്ക്. രാജ എന്ന കഥാപാത്രത്തിന്റെ സ്വഭാവ സവിശേഷതകൾ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. വിവരിച്ചുകൊണ്ട് ടിപ്പണി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. രാജാ ഗുദ് ബലവാൻ മാൻതേ ഹേ. അപ്പൊ നമ്മൾ ഫസ്റ്റ് തന്നെ എഴുതേണ്ടത് എന്താണ്? ഫസ്റ്റ് സെന്റൻസ് എഴുതേണ്ടത് രാജാർ വിദ്രോഹി നാടക പ്രധാൻ പാത്ര ഹേ രാജ എന്ന് എഴുതണം കേട്ടോ. രാജാർ വിദ്രോഹി എന്ന നാടകത്തിലെ പ്രധാന കഥാപാത്രമാണ് രാജ. ഇത് ആരുടെ നാടകമാണ് എന്ന് കൂടെ എഴുതാം. അതിനുശേഷം രാജാ ഗുദ് ബലവാൻ മാൻതേ ഹേ. രാജാവ് സ്വയം ബലവാനാണെന്ന് രാജ എന്ന കഥാപാത്രം എന്താണ് ചെയ്യുന്നത്? സ്വയം ബലവാനാണെന്ന് അംഗീകരിക്കുന്നു. ഉൻകി ഇച്ഛാ ഹേ കി സബ് ലോഗ് ഉൻകെ ആദേശോं का പാലൻ കരേംഗെ. എല്ലാവരും തൻ്റെ ആജ്ഞകൾ അനുസരിക്കണമെന്ന് രാജാവ് കരുതുന്നു. വേ പ്രജാओं की बातों पर ध्यान नहीं देते. അവൻ തൻ്റെ പ്രജകളെ ശ്രദ്ധിക്കുന്നില്ല. അവർ പറയുന്ന കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുന്നില്ല. വേ അപ്പനെ മർജി സേ ജീത്തെ ഹേ. അവൻ സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് ജീവിതം നയിക്കുന്നു. ലഡായി സേ ഉൻകോ ആനന്ദ് ആർ ഉല്ലാസ് മിൽത്തെ ഹേ. യുദ്ധത്തിൽ ആനന്ദവും സന്തോഷവും നേടാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നു. മിൽത്തേഹയ്ക്ക് ലഭിക്കുന്നു. യുദ്ധത്തിലാണ് അവന് സന്തോഷവും ആനന്ദവും ലഭിക്കുന്നത്. ന്യായ് അന്യായ് കാ വിചാർ ഉൻകെ മൻമേ നഹീ ഹേ. നീതിയോ അനീതിയോ അയാൾക്ക് അതിനെ പറ്റിയുള്ളൊരു ചിന്തയുമില്ല. നീതിയുടെയും അനീതിയുടെയും ചിന്തയില്ലാതെ യുദ്ധത്തിൽ ആനന്ദം കണ്ടെത്തുന്ന ഒരു കഥാപാത്രമാണ് ഇതിലെ രാജാവ് അല്ലേ. രാജാവ് എന്ന രാജാവിൻ്റെ സ്വഭാവ സവിശേഷത. നമ്മൾ പഠിച്ചിട്ടുള്ള രാജാർ വിദ്രോഹി എന്ന നാടകത്തിലെ രാജാവിൻ്റെ സ്വഭാവമാണ് പറഞ്ഞത്. ഇത്രയാണ് നമ്മളുടെ ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റി ക്വസ്റ്റ്യൻ ആൻസർ ഉള്ളത്. എല്ലാവരും ക്ലാസ് കാണണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും അറിയിക്കണം.